നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താ പറയുക, ആ ഒരു പേഴ്സണ് ഇൻട്രസ്റ്റ് കുറയുന്നുണ്ടോ, സ്റ്റിൽ ഇൻട്രസ്റ്റഡ് ആണോ എന്നതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇവിടെ വന്നിട്ടുള്ളത് ഒരുപാട് സോഴ്സ് എനർജിയാണ്. മേ ബി നിങ്ങൾ തമ്മിൽ ഒരുപാട് വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിലെല്ലാം വളരെയധികം നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പാഷൻ, അഡിക്ഷൻ, എവിടെയൊക്കെ എത്രയൊക്കെ ടൈം കിട്ടിയാലും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഓടി വന്നിട്ട് സംസാരിക്കാനുള്ളൊരു ടൈമൊക്കെ അവർ മനഃപൂർവ്വമായിട്ട് കണ്ടെത്തിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്ന് സംസാരിക്കാനുള്ളൊരു ടൈമൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട്. ഫസ്റ്റ് നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഹീൽ ചെയ്യപ്പെട്ടൊരു റിലേഷൻഷിപ്പായിട്ട് കാണുന്നുണ്ട്. വളരെയധികം എത്ര ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് മാനസികമായിട്ട് അല്ലെങ്കിൽ ഫാമിലിപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിലും അവർക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങളുമായിട്ട് ഒന്നു ചേരുമ്പോൾ ആ ഒരു പരസ്പരം ആ ഒരു കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്യപ്പെട്ടിരുന്ന ഒരു റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. എന്താ പറയുക, കുറച്ചൊന്നൊരു ടൈം കിട്ടുമ്പോഴേക്കും അവർ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ദിവസം ഓരോ മണിക്കൂറുകളിലും അല്ലെങ്കിൽ ഓരോ മിനിറ്റുകളിലും നിങ്ങളുടെ ഓരോ മെസ്സേജുകളൊക്കെ വെയിറ്റ് ചെയ്തിരുന്നിട്ടിരുന്നുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ മെയിനായിട്ട് കാണുന്നത് ഇവിടെ ഒരു ഗ്യാപ്പ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്ക് തർക്കങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, ഒരുപാട് ഇപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ തിരിച്ച് റിപ്ലൈ ഒന്നും കിട്ടുന്നുണ്ടായിരിക്കില്ല. ഒരുപാട് നേരം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങളുടെ മെസ്സേജ് ആൾ നോക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരുപാട് അവർ പറയുന്ന റീസൺ ഒരുപാട് തിരക്കിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇഷ്യൂസുകളുണ്ട്, അത് അങ്ങനത്തെ ഒരു റീസണൊക്കെ പറഞ്ഞ് ഒഴിവാകുന്നതായിട്ട് ശ്രമിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അവരവരുടെ വഴികളിൽ, ശരിക്കും പറഞ്ഞാൽ അവരിപ്പോൾ അവരുടെ വഴികളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങളെക്കുറിച്ച് അധികം ചിന്തിക്കുന്നതായിട്ട് കാണുന്നില്ല. അവരിൽ ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയിട്ടാണ് കാണുന്നത്. മുൻപുണ്ടായിരുന്ന പോലെയൊന്നും ഇപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് നിങ്ങളിലോട്ട് അദ്ദേഹത്തിന് കാണുന്നതായിട്ട് ഇല്ല. ഒരുപാട് അവരിൽ ഫോക്കസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ കോൾ എടുക്കുന്നുണ്ടായിരിക്കില്ല. എത്രയൊക്കെ വിളിച്ചാലും നിങ്ങൾ പിന്നാലെ ചെല്ലുന്ന ഒരവസ്ഥയായിട്ടാണ് കാണുന്നത്. നിങ്ങൾ എത്രയൊക്കെ വിളിച്ചാലും മെസ്സേജ് അയച്ചാലും അതിനൊരു റെസ്പോൺസ് അവരുടെ ഭാഗത്തുനിന്ന് ഭയങ്കരമായിട്ടൊരു ലാഗിങ് റെസ്പോൺസ് ഒക്കെയാണ് കിട്ടുന്നുണ്ടായിരിക്കുക. മെസ്സേജിന് റിപ്ലൈ ആയാലും എടുക്കുന്നതാണെങ്കിൽ ഒരുപാട് നേരം മെസ്സേജ് അയച്ചിട്ട് ഒരുപാട് നേരം വിളിച്ചിട്ട് ആകെ ഒന്നോ രണ്ടോ ഒരു റിപ്ലൈകളിൽ അവർ അത് ഒതുക്കുന്നുണ്ടായിരിക്കാം. തിരക്കിലാണ്, എന്തെങ്കിലും രീതിയിലുള്ളൊരു കാര്യമായിരിക്കാം അവരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. അതുമാത്രമല്ല, അടുത്തുണ്ടായിരുന്നിട്ട് പോലും ചിലർക്ക് കാണാനും വിളിക്കാനുമുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നിട്ട് പോലും അവർ അതിന് ഒരു എഫേർട്ട് എടുക്കുന്നതായിട്ട്, ഈ ഒരു റിലേഷൻഷിപ്പിന് അവർ ഒരു എഫേർട്ട് എടുക്കുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല. എത്രയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും അവർ അതിലേക്ക് വരുന്നൊരു സിറ്റുവേഷൻ കാണുന്നില്ല. അവർ മനഃപൂർവ്വം അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് മുന്നേറുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം ഒന്ന് സംസാരിക്കാനും മെസ്സേജ് അയക്കാനും അല്ലെങ്കിൽ നേരിട്ട് കാണാനുമുള്ള, നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടായിരിക്കാം നേരിട്ട് കാണാനുള്ള സാഹചര്യവും കാര്യങ്ങളൊക്കെ. പക്ഷെ അവർ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇമോഷൻസിനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അവർ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. ഇമോഷൻസ് എല്ലാം ഒരുപാട് ഹോൾഡ് ചെയ്ത് വെക്കുക, നിങ്ങളിൽ ഫോക്കസ് ആവാതെ അവരിൽ തന്നെ ഫോക്കസ് ചെയ്ത് അവർ എത്ര മണിക്ക് ലാസ്റ്റ് സീനിൽ വന്നു, അവർ ഇപ്പോൾ എന്ത് ചെയ്യായിരിക്കും, ഇതെല്ലാം നോക്കുന്ന പരിപാടികളിലായിരിക്കും നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ, ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ പഴയ പോലെ ആ വ്യക്തിനെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരുപാട് മാനിഫെസ്റ്റേഷൻ, അല്ലെങ്കിൽ ചില അമ്പലങ്ങളിലെ പ്രാർത്ഥന, അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കൂടുതൽ ഇവിടെ കാണുന്നത്. നിങ്ങൾ മാത്രമാണ് ആ ഒരു ഇമോഷൻസിനെ കെട്ടിപ്പിടിച്ച് ഒറ്റപ്പെട്ടിരിക്കുന്നതായിട്ട്. കാരണം നിങ്ങൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ചക്രത്തിൽ നിന്നും പുറത്തിറങ്ങാനായിട്ട് നിങ്ങൾക്ക് തീരെ താല്പര്യമാത്തൊരവസ്ഥയാണ്. മേ ബി ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, ഇതിൽ നിന്നും ഒന്ന് മാറിയിട്ട് ഈ ഒരു സ്ട്രഗ്ലിങ് സിറ്റുവേഷനിലൊക്കെല്ലാം മാറിയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം, ഇത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനൊട്ടും തന്നെ കഴിയാൻ പറ്റാത്തൊരു സാഹചര്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ അതിൽ നിന്ന് ചിലവർ അതിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് ശ്രമിക്കുന്നില്ല ഒട്ടും. ആ ഒരു വ്യക്തിയെ തന്നെ പിടിച്ചിരിക്കുകയാണ്, ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരുപാട് സ്വയം ഡൗട്ട് ചെയ്യാണ്, ഇങ്ങനെ അയച്ചാൽ ശരിയാവോ, ഇങ്ങനെ ചോദിക്കണോ. ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആണ്, അവരിൽ മാത്രമാണ് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇവിടെ കാണുന്നത്. നിങ്ങൾക്കാണ് അധികം ഇമോഷൻസ് ആയിട്ട് കാണുന്നത്. ആ ഒരു വ്യക്തി അധികം ഇമോഷൻസ് ആയിട്ട് കാണുന്നില്ല. ആ ഒരു വ്യക്തി, ഞാൻ പറഞ്ഞില്ലേ, അവരുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഒരു ബാലൻസ്
ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. മാത്രമല്ല നിങ്ങളിപ്പോൾ ഒരുപാട് ചിന്തിക്കുന്നത് അവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസുകൾ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് ഇനി വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടിയുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വന്നോ ഉണ്ടോ എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതലും അസ്വസ്ഥതകളാണ് നിങ്ങളുടെ ഒരു മനസ്സിൽ കാണുന്നത്. ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതകളാണ്. എന്തൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടും അതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഇതിൽ മാത്രം ഹോൾഡ് ഓൺ ചെയ്യുന്ന ഒരവസ്ഥ, നിങ്ങൾക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ കാണുന്നത്. അസ്വസ്ഥതകൾ കൂടുതലാണ്. എന്തൊക്കെ നിങ്ങളിലേക്ക് വന്നാലും, ഇപ്പോൾ ആര് സംസാരിക്കാൻ വന്നാലും ഒന്ന് പോയി തരുമോ, ഒന്ന് ഒറ്റയ്ക്കിരിക്കാൻ സമ്മതിക്കുമോ, അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരിക്കാം. ഫാമിലീസിനോട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് സമ്മർദ്ദങ്ങൾ, കൺഫ്യൂഷൻസ് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു കാര്യത്തെ ലെറ്റ് ഗോ ചെയ്യൂ. ഹോൾഡ് ചെയ്ത് വെക്കാതെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു കാര്യത്തെ ലെറ്റ് ഗോ ചെയ്യൂ. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഹയർ വൈബ്രേഷൻ, അവരുടെ ചിന്തകൾ, നിങ്ങൾക്കിപ്പോൾ ലോ വൈബ്രേഷനാണ് ഏറ്റവും കൂടുതൽ കാണുന്നതായിട്ട് സാധിക്കുന്നത്. കാരണം നിങ്ങൾ നിങ്ങളിൽ ഫോക്കസ്ഡ് അല്ല. നിങ്ങളുടെ ഹയർ വൈബ്രേഷൻ, നിങ്ങൾ ഈ ഒരു ലോ വൈബ്രേഷനിൽ നിന്നും ഹയർ വൈബ്രേഷനിലേക്ക് മാറണം. ഹയർ വൈബ്രേഷനിലേക്ക് മാറിക്കഴിഞ്ഞാലാണ് അവരുടെ ചിന്തകളിൽ അപ്പോൾ മാറ്റം വരുന്നതായിട്ട് കാണാം. നിങ്ങളിപ്പോൾ ഈ ഒരു കാര്യത്തെ ഹോൾഡ് ഓൺ ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള നിങ്ങളിൽ ഫോക്കസ് ചെയ്യാതെ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണണം. നിങ്ങളിലേക്കൊരു അട്രാക്ഷൻ ഇപ്പോൾ കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. വൈബ്രേഷൻ, ഓറ പവർ എല്ലാം കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങളുടെ ആ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഹയർ ലെവലിലേക്ക് എത്തുമ്പോൾ മാത്രമേ ആ പേഴ്സണിൻ്റെ മനസ്സിൽ, ആ ഒരു സോളിന് ആ ഒരു ചിന്തകൾ, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഒന്ന് സ്റ്റാർട്ട്, അല്ലെങ്കിൽ പുതിയ ഇലകൾ തളിർക്കുന്ന പോലെ തളിർത്ത് വരുള്ളൂ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ലെറ്റ് ഗോ ചെയ്യുക, ആ നെഗറ്റിവിറ്റി റിലീസ് ചെയ്യുക, നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, ലീസ്റ്റ് എക്സ്പെക്റ്റേഷൻ അവിടെ വെക്കുക. നിങ്ങളുടെ ഓറ പവർ മെഡിറ്റേഷനിൽ കൂടെ ബാക്കി കാര്യങ്ങളിലൂടെ ഒന്ന് ഉയർത്തിയെടുക്കാൻ ശ്രമിക്കുക. കാരണം മെഡിറ്റേഷൻ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചിന്തകളൊക്കെ മനസ്സിലോട്ട് വരുന്നുണ്ടായിരിക്കാം. പക്ഷേ അതൊക്കെ ഫസ്റ്റ് സ്റ്റേജാണ്. ഫസ്റ്റ് സ്റ്റേജിൽ ആർക്കും ഓടി ചെന്നിട്ടൊരു 5-10 മിനിറ്റ് ഒന്നും ചിന്തിക്കാതെ മെഡിറ്റേറ്റ് ചെയ്ത് പൂർണ്ണമായിട്ടുള്ളൊരു ഇതിലിരിക്കാനൊന്നും പറ്റില്ല. ഇത് ട്രൈ ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് അതിനായിട്ട് സാധിക്കുള്ളൂ. മെഡിറ്റേഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും മറികടക്കാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ ആ ഒരു പവർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. നമ്മളെ ഓറ പവർ നമ്മൾ തന്നെ ഇൻക്രീസ് ചെയ്യണം. ഈ ഓറ പവർ കുറഞ്ഞിരിക്കുന്ന ടൈമിൽ നമ്മളിലേക്ക് ഒരാൾക്കും അട്രാക്ഷൻ ഉണ്ടാവില്ല. അതിപ്പോൾ ഈ ഒരു പേഴ്സണിന് മാത്രമല്ല, നമ്മൾക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക്. ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ജോബ് ഇട്ടിട്ട് പോകാനുള്ളൊരവസ്ഥ, അല്ലെങ്കിൽ ജോബിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുക. അപ്പോൾ ഓൾറെഡി നിങ്ങളിലേക്കൊരു അട്രാക്ഷൻ എല്ലാവർക്കും എല്ലാ രീതിയിലും കുറയുന്നുണ്ടായിരിക്കും. ഫാമിലി ആണെങ്കിൽ പോലും, ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും, നിങ്ങളിപ്പോൾ അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാടൊന്നും സംസാരിക്കുന്നുണ്ടായിരിക്കില്ല, തിരക്കിലാണെന്നോ, അപ്പോൾ സംസാരിക്കാൻ പറ്റിയ സാഹചര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒന്നൊരു മെസ്സേജിന് പോലും, അല്ലെങ്കിൽ കോളിന് പോലും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല. കാരണം നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ആ ഒരു വ്യക്തിയിൽ നിന്നൊരു പോസിറ്റീവ് റെസ്പോൺസ് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു എനർജി ഫീൽ ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതിയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ മൂലം എല്ലാവരിൽ നിന്നും ഒരു അട്രാക്ഷൻ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇങ്ങനൊരു സ്റ്റേജിൽ പോവുകയാണെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ പൂർണ്ണമായിട്ടും വേണ്ടാന്ന് വെച്ചിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ഓറ പവർ ഇൻക്രീസ് ചെയ്യുക, ഹയർ വൈബ്രേഷനിലേക്ക് എത്തുക. എങ്കിൽ മാത്രമേ അവരുടെ മനസ്സിലുള്ള ചിന്തകളൊക്കെ മാറി നിങ്ങളിലേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവാൻ സാധിക്കുള്ളൂ. അവരിപ്പോഴും വിചാരിക്കുന്നത് എന്താ, ഞാനിപ്പോൾ എങ്ങനെയെങ്കിലും ആയാലും അല്ലെങ്കിൽ അവൻ ആ ഒരു സൈഡിൽ ഉണ്ടാവും, എന്നെ വെയിറ്റ് ചെയ്തിട്ട് അപ്പുറം തന്നെ ഉണ്ടാവും, അപ്പോൾ എൻ്റെ ടൈമിലനുസരിച്ച് ഞാനിപ്പോൾ ചെന്നാൽ മതി, കുറച്ചൊക്കെ ആ ഒരു രീതിയിലുള്ള ചിന്താഗതിയാണ് ആൾക്കിപ്പോൾ. ആളൊട്ടും ചിന്തിക്കുന്നതേ കാണുന്നില്ല. ഹീസ് അല്ലെങ്കിൽ ഷീ, അവർ ഫുള്ളി ഫോക്കസ്ഡ് ആണ് അവരിലേക്ക്. അപ്പോൾ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അഭിപ്രായമല്ല, യൂണിവേഴ്സ് പറയുന്നത്, ഇവിടെ ലീസ്റ്റ് എക്സ്പെക്റ്റേഷൻ കൊടുത്ത് നിങ്ങളെ ഫോക്കസ് ചെയ്യുക. അതിനും കൂടി ആയിരിക്കണം നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തെ, യൂണിവേഴ്സിന് എല്ലാ ബന്ധങ്ങൾക്കും, ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്
കുറേ അധികം കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ അവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു തെറ്റായിട്ട് മുന്നോട്ട് പോകണം. പക്ഷേ ഇത് യൂണിവേഴ്സായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. യൂണിവേഴ്സിന് എല്ലാത്തിനും ഓരോ പ്ലാനുകളുണ്ട്. നമ്മളായിട്ട് കണ്ടുമുട്ടിയതോ നമ്മളായിട്ട് കണ്ടെത്തിയതോ അല്ല ഈ ഒരു വ്യക്തിയെ. യൂണിവേഴ്സായിട്ട് പക്ക പ്ലാൻഡ് ആയിട്ട് കൊണ്ടെത്തിച്ച് തന്നതാണ് ഈ വ്യക്തി. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കാം, അവർക്കും ഒരുപാട് ലെസൺസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതാണ് യൂണിവേഴ്സിൻ്റെ പ്ലാൻ. എന്താണെന്ന് ഓരോ വ്യക്തികൾക്കും ഓരോന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കാം.